പോയി തുടങ്ങി വെച്ച് കൂടെ കൂട്ടിയ ആളുകൾ ഇപ്പോൾ അനുസരിക്കാത്തൊരവസ്ഥയായപ്പോൾ ഈ MOU അതോ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന പേപ്പർ വെറും പേപ്പറായി മാറിയോ എന്ന് സംശയിക്കുന്നതിൽ ലോകത്തെ ആദ്യത്തെ ആൾ ട്രംപായിരിക്കും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടിരുന്നു. ഇതിലൂടെ കാര്യമായിട്ട് ഇറാനിലേക്ക് അടുക്കുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ എണ്ണ അല്പാൽപമായി നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുകയും അങ്ങനെ ഉണ്ടല്ലോ, ഈ അക്രമപരമായിട്ട് നോക്കിയിട്ട് കിട്ടാത്ത ആളെ മറ്റൊരു പരം അല്ലെങ്കിൽ മറ്റൊരു സൈഡാണ് സ്നേഹിച്ചങ്ങ് കൊന്നാളെയും ആ ലെവലിലാണ് മെമ്മോറണ്ടത്തെ കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്ന് എല്ലാം ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ആദ്യം വളർത്തുപുത്രനായിട്ടുള്ള ഇസ്രായേൽ കാര്യമായിട്ട് അതിനോട് പ്രതികരിച്ചത്, ഞങ്ങളതിലൊന്നുമില്ല, ഞങ്ങൾ സ്വന്തം കാര്യം നോക്കിപ്പോയിക്കോളും. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പരമാധികാര രാജ്യമാണ്, അവർക്ക് അവരുടേതായ നീക്കുപോക്കുകളുണ്ട്, ടാർഗറ്റുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനെ തടയിടാൻ ലോകത്താർക്കും സാധിക്കില്ല. അപ്പോഴാണ് അമേരിക്ക ഓർക്കുന്നത്, എല്ലാം ഈ ഇസ്രായേലിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നാണല്ലോ ഇറാനോടൊരു വാക്ക് കൊടുത്തത്. ഈ വാക്കും ഇസ്രായേലിൻ്റെ ഇപ്പോഴുള്ള വാക്കും വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കില്ല എന്ന ബോധ്യം അമേരിക്കൻ ട്രംപിന് വന്നു കഴിഞ്ഞു. അമേരിക്കൻ ട്രംപ് ഒറ്റ വാക്കാണ്, ഞങ്ങളുടെ രാജ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് നിങ്ങളുടെ രാജ്യം അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ആ പൊടി പോലും കാണൂലായിരുന്നു, മാപ്പിൽ നിങ്ങളുണ്ടാവില്ല, നിങ്ങളുടെ ആ രാജ്യം ഉണ്ടാവില്ല. മാത്രമല്ല ഇക്കഴിഞ്ഞ 3 മാസക്കാലം നിങ്ങൾ ഉപയോഗിച്ച ആ ആയുധങ്ങളുണ്ടല്ലോ അമേരിക്കയുടെ കൈകൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. അതുകൊണ്ട് ഇവിടെ നിന്നുണ്ടാക്കിയ ഇവിടുത്തെ നികുതിദായകരായിട്ടുള്ള ആളുകളുടെ സമ്പത്താണ് നിങ്ങളുടെ രാജ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടു നൽകുന്നത്. അതിനുള്ളൊരു നന്ദിയെങ്കിലും നിങ്ങൾ കാണിക്കണം. പിന്നെ ട്രംപ് പറയുന്ന കാര്യങ്ങൾ, ജഡി വാൻസിൻ്റെ വാക്കുകൾ എടുത്തു പറയുകയാണെങ്കിൽ, ട്രംപ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു പക്ഷേ ആദ്യം മനസ്സിലാവില്ല, പിന്നീട് അത് തിരിയുന്ന നേരത്ത് തിരുത്താൻ കഴിയാത്തൊരു ഘട്ടത്തിലേക്ക് ഇസ്രായേലും നിങ്ങളുടെ ഭരണകൂടവും അങ്ങേറ്റം എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് പറ്റുന്ന ആളുകൾ നമ്മുടെ കൂടെ നിൽക്കുക, ഇല്ലേ അത് തുറന്നങ്ങ് പറഞ്ഞേക്കുക നിങ്ങളുടെ കൂടെ നിൽക്കില്ല. അവിടെയാണ് ഈ നെതന്യാഹും ട്രാപ്പിലായത്. കാരണം നിങ്ങൾ നിൽക്കില്ല എന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ ഞങ്ങളെ വഴിക്ക് പോകുന്ന അമേരിക്ക പ്രഖ്യാപിച്ചു. ആദ്യം ഇസ്രായേലായിരുന്നു പറഞ്ഞത്, ഞങ്ങളെ ഭരിക്കാൻ വരണ്ട, ഞങ്ങളുടെ പരമാധികാര രാജ്യം അതങ്ങനെ മുന്നോട്ട് പോകും, ആരാക്രമിക്കണം, ആരെ തിരികെ വിളിക്കണം എന്നൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് വളരെ വലിയ വായിക്ക് പറഞ്ഞത് ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്നലെ നമ്മൾ വാർത്തയിൽ കണ്ടതുപോലെ ഹിസ്ബുള്ളയും ഇസ്രായേലും കൂടി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം ഇന്നലെ രാത്രി തന്നെ 47 ആളുകളെ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു, അഥവാ ഇസ്രായേൽ IDF കൊന്നു. തിരിച്ച് 72 പേരെന്ന് പറയുന്നു, 47 പേരാ എന്ന മറ്റൊരു റിപ്പോർട്ടുള്ളത്. ഏതോ ആകട്ടെ, ഡസൻ കണക്കിന് IDFൻ്റെ കിരാതന്മാരായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരെയും ഈ ഹിസ്ബുള്ള വധിച്ചു കളഞ്ഞു. അപ്പം നേർക്ക് നേരെയാണ് പോരാട്ടം. 1-ന് 10 എന്നുള്ള നിലക്കായിട്ടില്ലെങ്കിലും 1-ന് 9, 8 എന്നുള്ള നിലക്ക് കാര്യങ്ങളൊക്കെ ടോളറൻസൊക്കെ മാനേജ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ അലൈൻമെൻറ്റൊക്കെ ഒപ്പിച്ച് തന്നെയാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള പോരാടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആ അമേരിക്കൻ ട്രംപ് പറഞ്ഞത്, ഇന്നലത്തെ രാത്രിയത്തെ ഒറ്റടി അത് കൃത്യമായി നിങ്ങൾക്ക് കിട്ടലോടുകൂടി നിങ്ങൾ പാഠം പഠിച്ചല്ലോ, ഇനി ഞങ്ങളെ കൂടെ നിൽക്കുക, ഞങ്ങൾ പറയുന്നത് അനുസരിക്കുക. അല്ല, ഇനിയും നിങ്ങൾ ഹിസ്ബുള്ളയുമായിട്ട് അറ്റാക്കിന് പോവുകയാണെങ്കിൽ ഞങ്ങളെ സഹായത്തിന് നിങ്ങൾ വിളിക്കരുത്, ഞങ്ങൾ വരില്ല എന്ന് വളരെ ഭംഗിയായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തപ്പം ഈ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നു. ആ വാർത്തയിലുള്ളത് നെതന്യാഹു ആ കാര്യത്തിൽ, അഥവാ ഇന്നലെ തുടങ്ങി വെച്ച ചർച്ചയെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. മാത്രമല്ല അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ഏതാ ഇന്നലെ തുടങ്ങി വെച്ച ചർച്ച? ഹിസ്ബുള്ളയും ഇസ്രായേലും നല്ല രീതിക്ക് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം, അതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ജൂത സയനിസ്റ്റ് തീവ്രവാദ സംഘത്തെ ഒരിക്കലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇവർ പറയും, മറ്റൊന്ന് ചെയ്യും. ഇപ്പോൾ അടി നല്ല ഒന്ന് കിട്ടിയപ്പം ഇപ്പോൾ അവർ പറയുന്നു നമുക്ക് MOU അത് ആ പേപ്പറിൽ ഒപ്പിടാം, അതിൽ കാര്യമായ കാര്യം ട്രംപ് കണ്ടതുകൊണ്ടായിരിക്കും നമ്മളോട് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ട്രംപിനൊന്ന് പുകയറ്റി ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അടി കിട്ടുന്നതെന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ഇപ്പോൾ നെതന്യാഹു നടത്തുന്നുണ്ട്. ഇത്ര ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ മാന്യവും അഭിമാനവും ഇല്ലാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രായേലാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ട്രംപ് എന്ന് പറയുന്ന ആൾ പണ്ടേ അങ്ങനെയാണ്, ആൾക്ക് ബിസിനസ്സാണ്, ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞത് മാറ്റി പറയും, പറഞ്ഞതിൻ്റെ അപ്പുറത്ത് മറ്റൊന്ന് പ്രവർത്തിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ തന്നെ ജൂതനായിട്ടുള്ള നെതന്യാഹുവും കൂടെ ഉണ്ട്. ഇനിയിപ്പം എങ്ങനെയായിരിക്കും കാലം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ലോകക്രമം വരിക എന്നുള്ളത് നെതന്യാഹുവിൻ്റെ മുന്നോട്ടുള്ള പോക്കിലാണ് കാര്യങ്ങൾ നിൽക്കുക. ഇറാൻ ഇന്നലെയും പറഞ്ഞു, നിങ്ങൾ ലബനാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ക്ഷമക്കൊരു പരിധിയുണ്ട്, ഞങ്ങൾ 6 പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, 6ഉം ഓരോന്നായിട്ട് മുജ്തബ കാമിനിയുടെ മുമ്പിൽ ഞങ്ങളുടെ മേശപ്പുറത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. അന്തിമ തീരുമാനം വന്നു കഴിഞ്ഞാൽ അഥവാ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ നോക്കി നിൽക്കൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല. ഇപ്പം മുജ്തബ കാമിനിയുടെ അംഗീകാരത്തിന് വേണ്ടി കരട് പദ്ധതികളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കാത്തിരിക്കാം. നിങ്ങൾ ഹിസ്ബുള്ളയുമായി
ഇങ്ങനെ ഫൈറ്റിങ് പോവുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യം അവിടെ വേണോ വേണ്ടയോ എന്ന് ഇറാനികളായ ഞങ്ങൾ അഥവാ ആത്മാഭിമാനമുള്ള ഇറാനികൾ തീരുമാനിക്കും. അതല്ല, അന്തസ്സോടെ നിങ്ങൾക്ക് അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ളയെ ജീവിക്കാൻ നിങ്ങൾ വിടണം. അല്ലേ നിങ്ങളുണ്ടാവില്ല, നിങ്ങളുടെ രാജ്യം ഉണ്ടാവില്ല. 6 പദ്ധതി ഞങ്ങളെ കയ്യിലുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ചെയ്ത് കാണിക്കാനുള്ളതാണ്, പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതല്ല. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആൾ പേടിക്കും. കാരണം ഇയാൾ ബങ്കറിലായിരുന്നു. പെരിച്ചായനെ പോലെ അങ്ങനെ അങ്ങോട്ട് പോയിരിക്കും, പിന്നെ അങ്ങോട്ട് പോരും. തല പുറത്തേക്ക് ഇട്ടാൽ ലോകത്ത് പ്രശ്നമാണ്. അതപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ ICUലാണെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നെതന്യാഹുയുടെ അവസ്ഥ എന്താണ്? നെതന്യാഹു രണ്ടിൻ്റെ ഇടയിലാണ്, ശൈത്താനി കടലിൻ്റെ ഇടയിലെന്ന് പറഞ്ഞ പോലെ. യുദ്ധം ഇല്ലാതെ പോയാൽ ജയിലിലേക്ക് പോകണം, യുദ്ധം ഉണ്ടായ ഇറാനികൾ തന്നെ വിടുകയില്ല. ഇതാണിപ്പോൾ സെറ്റപ്പ്. അപ്പോൾ ഇറാനുകളായതുകൊണ്ട് തന്നെ പണ്ടേ പേടിയാണ്, ഇപ്പോൾ ഒന്നുകൂടി പേടിച്ചു. 2025 ജൂൺ മാസത്തോടുകൂടി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്തമായ ആക്രമണം ആരംഭിച്ചു. നല്ല രീതിക്ക് തിരിച്ചു കിട്ടിയപ്പം നമ്മളൊക്കെ പണ്ട് കരുതിയ ഇസ്രായേലല്ല ഈ ഇസ്രായേൽ. ഒന്നിനും പറ്റാത്ത ഒരു ബലൂൺ മാത്രമായിരുന്നു ഈ ഇസ്രായേലെന്ന് ലോകത്തെല്ലാവരും വിശ്വസിച്ചു. അതേ അവസ്ഥയാണ്. ആ 1 ഇഞ്ച് മുകളിലോട്ട് വരാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഈ 3 മാസം കണ്ടിന്യൂ ചെയ്ത ആക്രമണത്തിലും ഒരുപാട് ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പരിക്കുകൾ ഇസ്രായേലിന് വന്നിട്ടുണ്ട്. അവിടെയുള്ള 40-യും 50-യും ഈ 90 സൈന്യം ഹിസ്ബുള്ളക്ക് നേരെ പോരടിച്ചുകൊണ്ട് IDFൻ്റെ പെട്ടിയിലായി പോകുന്നുണ്ട് എന്നതും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്കറിയാം അമേരിക്കയ്ക്ക് മാത്രമല്ല നഷ്ടമുണ്ടായത്, ഇസ്രായേലിന് നന്നായി നഷ്ടമുണ്ട്. പക്ഷേ ഇസ്രായേൽ ആയതുകൊണ്ട് പുറത്തു വരില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നു. പിന്നെ അറ്റാക്കിൻ്റെ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. ഇനി വേറെന്തെങ്കിലും സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. കാരണം അവിടുന്ന് റിലീസായി ഡിസ്ചാർജായി പുറത്തേക്ക് ഇറങ്ങിയാൽ പോകേണ്ടത് കോടതിയിലേക്കാണ്. കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരും. ആ വിചാരണയിൽ എങ്ങനെ പോയാലും ഈ വിചാരണ തോക്കും, അഥവാ ഈ കേസ് ജയിക്കില്ല എന്നുള്ളത് നെതന്യാഹുവിനറിയാം. അത്രമേൽ എവിഡൻസ് കോടതിക്ക് മുമ്പാകുണ്ട്. ആ വിചാരണ കഴിഞ്ഞാൽ പിന്നെ ജയിലിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ സ്വസ്ഥമായിട്ട് ശീതീകരിച്ച ICU റൂമിൽ കടന്നാലും കുഴപ്പമില്ല എന്നൊരു കണ്ടെത്തലായിരിക്കും അതിന് വലിയൊരു സ്വാധീനം കിട്ടിയിട്ടുണ്ടാകുക. എന്താണെങ്കിലും കാര്യമായ വാർത്തകളൊന്നും ഇസ്രായേലിൻ്റെ പുറത്തേക്ക് വരുന്നില്ല. വരുന്ന വാർത്തകൾ അവരുടെ നല്ല നല്ല വാർത്തകൾ മാത്രമാണ്. ഇപ്പം തന്നെ 47 ആളുകൾ അഥവാ സൈന്യം കൊല്ലപ്പെട്ടു എന്നുള്ളത് ഹിസ്ബുള്ളയുടെ ലെബനൻ നിറങ്ങുന്ന പത്രമാണ് നമ്മളെ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ അറിയിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തിൻ്റെ നിഗൂഢതകളെ മറനീക്കി പുറത്തു കൊണ്ടുവരാൻ ഹിസ്ബുള്ളയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ശ്രമമാണ് ഈ ഇസ്രായേലിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നത്. അപ്പോഴാണ് മൊമാറോഡം നമ്മൾ ഒപ്പിക്കാം അല്ലെങ്കിൽ ഒപ്പിടിപ്പിക്കാം എന്ന് പറഞ്ഞ് ടോട്ടൽ ഏതോ ഒരു ഒപ്പിക്കൽ പരിപാടിയായിട്ടാണ് നമുക്കൊക്കെ തോന്നുന്നത്. ഇനിയിപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് കുറച്ച് യുദ്ധം ലോകകപ്പ് കഴിയുന്നതുവരെ യുദ്ധമൊന്ന് സമാധാനമായിട്ട് അന്തരീക്ഷത്തിൽ കൊണ്ടുവരുമോ അല്ല വീണ്ടും അവിടെ ഇവിടെയൊക്കെ ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ട് അരക്ഷിതാവസ്ഥ ലൈവാക്കി നിർത്തുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ. കാരണം ട്രംപും നെതന്യാഹും ഒരേ വർഗ്ഗമാണ്. എങ്ങനെ പോയാലും വാക്കിനൊരു സ്ഥിരതയില്ല എന്നുള്ളത് ബോധ്യമാണ്, ലോകത്തിന് മുമ്പിൽ ബോധ്യപ്പെട്ട കാര്യമാണ്. കാത്തിരിക്കാം പുതിയ വിശേഷമായിട്ട്. നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. സപ്പോർട്ട് ചെയ്യുക. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.